ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. ഇന്ന് ഞാൻ പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഫ്ലോർ അരിച്ചെടുക്കാം. 1.5 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1.5 സ്പൂണ് ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായി അരിച്ചെടുക്കാം. ഇനി കാരമൽ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ട്യൂട്ടി ഫ്രൂട്ടിയും നട്ട്സുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, അപ്പോൾ തന്നെ പഞ്ചസാര മെൽറ്റായിട്ട് വരും. മെൽറ്റായി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിയാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് ഡാർക്ക് കളറൊന്നും ആകണ്ട. ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആവുമ്പത്തിനും 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിൽ നിന്ന് 1/2 കപ്പ് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള കാരമല്, ട്യൂട്ടി ഫ്രൂട്ടിയും നട്ട്സും ഇട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ചുരണ്ടി ചേർത്ത് കൊടുക്കാം. പിന്നെ 2 കപ്പ് മൈദ ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. പൊടിച്ച പഞ്ചസാരയിലേക്ക് 1 കഷ്ണം ഇഞ്ചി, 4 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം പട്ട, ജാതിക്ക ചുരണ്ടിയത് എന്നിവ ചേർത്ത് ഒന്നും കൂടെ നന്നായി പഞ്ചസാര പൊടിച്ചെടുക്കാം. ഇനി അടുത്തത് സ്പഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാൻ. ഞാനിവിടെ 3 എഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് നന്നായി പൊങ്ങി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് പൊടിച്ചു വെച്ച പഞ്ചസാര 1 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന കാരമൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ഓയിലും 1/4 കപ്പ് ബട്ടറും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് അരിച്ചു വെച്ച ഫ്ലോർ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാ ഫ്ലോറും അതുപോലെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ മാറ്റി വെക്കാം. അതിലേക്ക് നട്ട്സും ഫ്രൂട്ട്സും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. പതുക്കെ വേണം ഇളക്കിയെടുക്കാൻ. എന്നിട്ട് ലാസ്റ്റ് ഫ്ലോർ അതിലേക്ക് ഇട്ട് ഒന്നും കൂടി ചെറുതായിട്ട് ഇളക്കിയെടുക്കാം. ഈ ബാറ്റർ ഒന്ന് കട്ടിയായിട്ടാണ് ഉണ്ടാവുക. ഇനി അത് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. 1/2 kgൻ്റെ 2 ടിന്നുകളിലായിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് ഭംഗിക്കായിട്ട്. പ്രീഹീറ്റ് ചെയ്തെടുത്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. പ്ലം കേക്കിൻ്റെ ബാറ്റർ വെന്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് 2 ടിന്നുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തത്. പെട്ടെന്ന് തന്നെ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കേക്ക് ചൂടാറിയ ശേഷം ഞാനും ഇസുമോനും കൂടിയിട്ട് പ്ലം കേക്ക് ഇവിടെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. വേറൊരു കേക്ക് പിറ്റേ ദിവസമാണ് കട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക.